അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരണം 265. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും 24 പ്രദേശവാസികളും മരിച്ചു. സംഭവസ്ഥലത്ത് നിന്നിപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ മരണസംഖ്യ സംബന്ധിച്ച് പല കണക്കുകൾ വരുന്നുണ്ടല്ലോ. ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന മരണസംഖ്യ എത്രയാണ് ശ്രീനാഥ്? അവിടെ നൽകാനുള്ള പുതിയ വിവരങ്ങളും എന്തൊക്കെയാണ് ശ്രീനാഥ്? ഇപ്പോൾ മരണസംഖ്യ 260 കടന്നു. ഇപ്പോൾ റോയിട്ടേഴ്സിലും മറ്റും നമ്മൾ പരിശോധിക്കുമ്പോൾ 290 പേരെങ്കിലും മരിച്ചു എന്നതാണ് കണക്ക്. അങ്ങനെയെങ്കിൽ വിമാനത്തിന് അകത്തുണ്ടായിരുന്നതിനേക്കാൾ ഒപ്പം തന്നെ വലിയ തോതിൽ ആളുകൾ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരും മരിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആശുപത്രിയിൽ വെച്ച് 75 പേരുടെ മരണമുണ്ടായി എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് വിമാനത്തിൽ വന്ന യാത്രക്കാരിൽ മരിച്ചവരുടെ ഏതാണ്ട് എല്ലാവരും മരിച്ചുപോയി, അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നതാണ് ലഭിച്ച വിവരം. ആ രക്ഷപ്പെട്ടയാൾ നടന്നു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ശേഷിച്ചവരുടെ മൃതദേഹങ്ങളൊക്കെ എത്തിച്ചു. പിന്നീട് പരിക്കേറ്റ പലരെയും എത്തിച്ചിരുന്നു. അതിൽ പലരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നതല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 75 പേരെങ്കിലും ആശുപത്രിയിൽ വെച്ച് ചികിത്സയിലിരിക്കെ മരിച്ചു. ആ സമയത്ത് പോലീസ് കമ്മീഷണറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നുണ്ടായിരുന്നു, ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ചിലർ, പക്ഷേ അവരൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യത, കാരണം അവർക്കുണ്ടായ ബേൺ ഇഞ്ചുറി, അവർക്കുണ്ടായ പരിക്കുകൾ അത് അത്രത്തോളം ഗുരുതരമാണ് എന്നതാണ് അവർ പറയുന്നത്. ഏതായാലും ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ആളുകളോടൊക്കെ സംസാരിക്കുന്നിടയ്ക്കിൽ ഒരു മലയാളി ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഈ BJ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, PG വിദ്യാർത്ഥിയാണ്. ഈ കെട്ടിടത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇത് UG ഹോസ്റ്റലാണ്. സോ അണ്ടർ ഗ്രാജുവേറ്റ്സ് MBBS സ്റ്റുഡൻസ് ആണ് യൂഷ്വലി ഇവിടെ താമസിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ചില സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റുഡൻസും അവരുടെ ഫാമിലിയോടൊപ്പം തന്നെ താമസിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എത്ര ആളുകൾ ഉണ്ടാവാൻ സാധ്യത? പൊതുവെ 4 ബിൽഡിംഗ് ആണ് ഇവിടെ. അതുല്യം 1, 2, 3, 4 എന്നാണ്. അപ്പോൾ ഇത് യൂഷ്വലി ബോയ്സ് ഹോസ്റ്റലാണ്, ഇത് 4. പിന്നെ ഇതല്ലാതെ ഗേൾസ് ഹോസ്റ്റൽ ക്യാമ്പസിനകത്ത് തന്നെയാണ്. സോ പൊതുവെ ഇത് ബോയ്സ് ഹോസ്റ്റലാണ്. കൃത്യമായിട്ടുള്ള എണ്ണം നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഈ അപകടത്തിൽ? ഫസ്റ്റ് ഇയേഴ്സിൽ നിന്നും 2 കുട്ടികളും സെക്കൻഡ് ഇയറിൽ നിന്നും 2 കുട്ടികളും ഇതേവരെ മരിച്ചതായിട്ട് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ മരണസംഖ്യ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആക്ച്വലി അത് ടോട്ടല് നമ്മുടെ ഒരു ബാച്ചിലുള്ള കുട്ടികളുടെ അതെ PG എന്നാണ്. ഞാൻ ഫൈനൽ ഇയർ PG ആണ്. അപ്പോൾ ഇവിടെ സംഭവം വെച്ചാൽ ഈ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ ആ ഒരു രീതിയിലൊക്കെ ഉള്ളതാണ്. അത് മാത്രമല്ല മെസ്സുണ്ട് ഇവിടെ. അത് ഇവിടുത്തെ കുട്ടികൾ മാത്രമല്ല, പുറത്തുള്ള നമ്മുടെ PGസും വരാറുണ്ട് ഇടയ്ക്ക്. കാരണം ഫുഡ് നല്ലതൊക്കെ ആയതുകൊണ്ട് അവിടെ വരാറുണ്ട്. കാണുന്ന ആദ്യത്തെ കെട്ടിടം അവിടെയാണോ മെസ്സ്? ഫസ്റ്റ് ക്രാഷ് ചെയ്തേക്കുന്ന അതാണ്. അപ്പോൾ ആ ഒരു അത്രയും കുട്ടികൾ വരുന്നതുകൊണ്ട് ആ ക്രാഷ് ചെയ്ത സമയത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയവും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഇതായത് കൊണ്ട് ആ ഒരു സമയത്ത് അത്രയും കുട്ടികളുള്ള ഒരു സമയത്തായതുകൊണ്ട് മാക്സിമം കാഷ്വാലിറ്റി അങ്ങനെ ഉണ്ടായത്. അല്ലായിരുന്നെങ്കിൽ അത്രയും അങ്ങനെ വരില്ലായിരുന്നു. സമയത്ത് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആളുകൾ വരുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ ഈ PG വിദ്യാർത്ഥികളാണ്, മലയാളികളാണ് ഇപ്പോൾ 2 പേർ നമ്മോടൊപ്പം ചേർന്നത്. ഈ ആശുപത്രിയിൽ നിങ്ങൾ ബന്ധപ്പെട്ടായിരുന്നു? നിങ്ങൾ ആരെങ്കിലും പരിചയക്കാരെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കണക്കുകൾ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ബാച്ചിൽ 250 കുട്ടികളുണ്ട്. അതിൽ എല്ലാവരെയും ഞങ്ങൾ ഇരുന്ന് വിളിച്ചു, കോൾ ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ കൺഫർമേഷൻ കിട്ടിയത് 4 കുട്ടികളാണ്. ഫസ്റ്റ് ഇയറിലെ 2 കുട്ടികളും സെക്കൻഡ് ഇയറിലെ 2 കുട്ടികളും ടോട്ടൽ മരിച്ചിട്ടുണ്ട്. അതുകൂടാതെ കൺഫേംഡ് ആയിട്ടല്ല, കുറച്ച് പരിശോധിക്കുമ്പോഴേ 265 കഴിഞ്ഞു. റോയിട്ടേഴ്സിലൊക്കെ 290 പേരുടെയെങ്കിലും മരണം ഉണ്ടായിരുന്നു. അപ്പോൾ വിമാനത്തിൽ 242 പേരെ ഉണ്ടായിരുന്നു. അതിലൊരാൾ രക്ഷപ്പെട്ട കണ്ടു. അപ്പോൾ ശേഷിച്ച ആളുകൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ ഹോസ്റ്റലല്ല PG ക്വാർട്ടേഴ്സും ഉണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. ഈ PG ക്വാർട്ടേഴ്സ് ഉള്ളപ്പം അതിൽ ഇപ്പം നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും അതിലും ചില ഫാമിലിയായിട്ട് താമസിക്കുന്നതിൽ ചില കുട്ടികൾക്കൊക്കെ ബേൺസൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ എക്സാക്ട് കറക്റ്റ് ഇതറിയില്ല. അതുകൂടാതെ അല്ലാതെ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അതിൻ്റെ ഒന്നും കൺഫർമേഷൻ ഇല്ല. ആകെ കൺഫേംഡ് ആയിട്ടുള്ളത് 4 സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് ഇയർ 2 പേരും സെക്കൻഡ് ഇയർ 2 പേരും. പിന്നെ ഒരു PG കുട്ടിയുടെ കാര്യം കൂടെ അറിയുന്നുണ്ട്. അതും നമുക്ക് കൺഫേംഡ് അല്ല. ഒരു റെസിഡൻറ്റ് ഡോക്ടറും കൂടെ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ അന്വേഷിച്ച ഈ പറഞ്ഞ 250 പേരിൽ അന്വേഷിച്ചിടത്തോളം നമുക്ക് വിളിച്ച് സംസാരിച്ച് കിട്ടിയതിൽ എല്ലാവർക്കും കുഴപ്പം മീൻസ് അതൊഴിച്ചിട്ടുള്ള അറിയില്ല. 17 പേർക്ക് ഇതുണ്ട്. എന്താണ് നമ്മുടെ രാവിലെ കുറച്ചധികം പിള്ളേരുണ്ടായിരുന്നു. ഈ അപകടം നടക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു?
ഞാൻ ഇവിടെ നമ്മൾ തൊട്ടപ്പുറത്താണ് ഇത്. അപ്പോൾ അവിടെ ഹോസ്റ്റലിലാണ്. ഇവിടുന്ന് ഫ്ലൈറ്റ് പോകുന്ന അതേ റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ അതൊരു പേടിയായിരുന്നു. കാരണം തൊട്ടടുത്ത് തന്നെ ഈ ഒരു ആകാശത്ത് ഇത്രയും പുകയൊക്കെ കണ്ടപ്പോൾ അതിനൊരു പ്രൈവറ്റ് ജെറ്റും ഒരു ചെറിയ ശബ്ദം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ആംബുലൻസുകൾ പെട്ടെന്ന് പോകുന്ന കൂടുതൽ കേട്ടപ്പോഴാണ് നമ്മൾ ഡോർ തുറന്ന് നോക്കിയപ്പോൾ ഇത്ര ഇത് ആകാശത്ത് ഇങ്ങനെ കണ്ടതും അങ്ങനെ ഇതൊക്കെ ആയിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് പറയാൻ നമ്മളിവിടെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമ്മളവിടെ, കാരണം എൻ്റെ ഫാമിലീസ് തൊട്ട് പറയാൻ തന്നെ ഫാമിലീസിനെ അത് ഇൻവോൾവായി മരിച്ചവരുടെ ഫ്ലൈറ്റിൽ മരിച്ചവരുടെ ഫാമിലീസിനെ എല്ലാം നമ്മൾ അവിടെ ഒരു കസോട്ടി ഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ആളുകളുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. കാരണം DNA കാരണം കത്തിക്കരിഞ്ഞ് വന്നത് കാരണം ആരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ DNA സാമ്പിൾ മാച്ച് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ മലയാളി ഒരു മറ്റേ ലേഡി നേഴ്സ് മരിച്ചിട്ടുണ്ടല്ലോ, അവരുടെ റിലേറ്റീവ് ഒരാൾ അവിടെ നിന്ന് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ഇപ്പം എന്നെ വിളിച്ചപ്പം പറഞ്ഞത് അവരവിടുന്ന് എന്തോ അല്ലാതുള്ള ഒരു വഴി വന്നിട്ട് ഇവിടെ പെട്ടെന്ന് കാര്യങ്ങൾ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം DNA മാച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പുള്ളി അവിടെ നിന്ന് കയറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ പറയുന്നത്. മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെ ആയി. ഭയങ്കര കണ്ടു അതിൽ ഭയങ്കര കാരണം കത്തിക്കരിഞ്ഞുള്ള രീതിയിലാണ് വന്നിരുന്നത്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പം കംപ്ലീറ്റ് അവിടെ ഇരുന്ന് എല്ലാവരുടെയും സാമ്പിൾ കളക്ട് ചെയ്ത് അവിടെയൊക്കെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോന്നും പോസ്റ്റ്മോർട്ടം കഴിയുന്ന മുറയ്ക്ക് നമുക്ക് DNA മാച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുന്നതായിരിക്കും. റിസൾട്ടുകളും വന്നിട്ടുണ്ട്. കുറേ പേരുടെ റിസൾട്ടുകൾ അതിൻ്റെ റിസൾട്ടുകൾ അതിൻ്റെ ആ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്, സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അപ്ലോഡായി പോകുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല ഇവിടുത്തെ മറ്റേ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സാമ്പിൾ കിട്ടി. കാരണം ഒരുപാട് പേര് നമുക്ക് സാമ്പിൾ മാച്ച് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫാമിലി കൂടി വരണം, ഇവരുടെ ഫാമിലി റിലേറ്റീവ്സ് വരണം. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളവരുടെ മെജോറിറ്റിയും കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒരു സെപ്പറേറ്റ് പെർട്ടിക്കുലർ ബോഡി ഇതായിട്ട് വരാത്തത് കൊണ്ട് ബോഡി പാർട്സുകൾ കിട്ടുന്ന എല്ലാം വെച്ചും മാക്സിമം പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന്. ഇപ്പോൾ ആശുപത്രിയിലെ സജ്ജീകരണം എങ്ങനെയാണ്? കാരണം ഇത്ര ഒരുപാട് മൃതദേഹങ്ങൾ ഒരുമിച്ചെത്തും. അപ്പം ഒരു അപ്രതീക്ഷിതമായ ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ എപ്പോഴും ആശുപത്രി ഇത്ര വലിയൊരു ദുരന്തത്തിന് വേണ്ടി പ്രിപ്പയർ ആയി നിൽക്കണമെന്നില്ല. ഇല്ല. പക്ഷെ രാവിലെ തന്നെ ഓൾമോസ്റ്റ് കണ്ടു. കാരണം എല്ലാവരും ഇങ്ങോട്ടല്ല കൊണ്ടുപോയേക്കുന്നത്. ഈ ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദാബാദിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആശുപത്രിയാണ്. നമുക്ക് കൂടുതലും ഫെസിലിറ്റീസും അതേപോലെ തന്നെ നമുക്ക് ഡോക്ടേഴ്സും ഇഷ്ടം പോലെ ഉള്ളതാണ്. ഏകദേശം ഒരു വർഷം തന്നെ 450 PG വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു 4 വർഷം നോക്കി 1800ഓളം ഡോക്ടർമാരുണ്ട്. അതോടൊപ്പം തന്നെ UGs ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കൂടുതലും അവൈലബിൾ ആണ്. അപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതലും ബേർഡൻഡ് ആയിട്ട് ഇരുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇതൊരു ഓൾ ഓൺ നൺ എന്നാണ് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ മരിച്ചു അല്ലെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ളവരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അത് അത്യാവശ്യം കുറച്ച് കുറവ്, മരിച്ചവരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഇഞ്ചേർഡ് ആയിട്ടുള്ളവരുടെ എണ്ണം കുറച്ച് കുറവായിരിക്കും. അപ്പം ബട്ട് വി ആർ ഇനഫ് ടു ഹാൻഡിൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്. പരിക്കേറ്റ ആളുകളുടെ അവസ്ഥ എന്താ? നിങ്ങൾ നേരിട്ട് കണ്ടോ അവരെ? പരിക്കേറ്റ ആളുകളുടെ എന്ന് വെച്ചാൽ കുട്ടികളുടെ കുറേ പേരെയൊക്കെ ഇപ്പം നമ്മൾ ഈ 17 പേരെന്ന് പറഞ്ഞതിൽ സിവിയർ ആയിട്ടുള്ളവരുടെ എത്രയെന്ന് അറിയില്ല, എന്നാലും മൈനർ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ ഉള്ളത്. കാരണം രാവിലെയൊക്കെ 50 പേരോളം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് കണക്ക് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 17 ഉള്ളത് അറ്റ് പ്രസൻറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർ. അപ്പം അതിൻ്റെ കുട്ടികളുടെ എന്നാലും വലിയ അത്ര സീരിയസ് ആയിട്ട് ആരും അങ്ങനെ കേട്ടിട്ടില്ല. ബാക്കി 4 ഡെത്ത് കൺഫേംഡ് ആയിട്ടുണ്ട്. അതുകൂടാതെ ബാക്കി ക്വാർട്ടേഴ്സിലുള്ളവരുടെ നമുക്ക് അറിയില്ല. അല്ലാതെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് എക്സാക്റ്റ് വന്നില്ല. ബേൺ ഇഞ്ചുറീസിൻ്റെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിവിയർ ഒരു കുട്ടിയെ നമ്മുടെ പീഡിയാട്രിക്സിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഒരു കുഞ്ഞിനെ ഉള്ള കാര്യം ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. ബാക്കിയൊന്നും കുടുംബമായിട്ടും താമസിക്കുന്നുണ്ട്. ക്വാർട്ടേഴ്സ് ഉണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റി ആളുകൾ ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട്. ഇതിന് തൊട്ടടുത്ത് ക്വാർട്ടേഴ്സാണ്. ഇതിൽ ഏതോ ഒരെണ്ണം ക്വാർട്ടേഴ്സാണ്. അപ്പോൾ അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരുണ്ട്. ആ ഫാമിലിയിൽ ഉള്ള ആരൊക്കെ അഫക്റ്റഡ് അതിൻ്റെ ഒന്നും നമുക്ക് എക്സാക്റ്റ് അറിയില്ല. അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. കൺഫേംഡ് ആയിട്ടുള്ള ഈ 4 കുട്ടികൾ MBBSലെ ഫസ്റ്റ് ഇയറിലെ 2 പിള്ളേരും സെക്കൻഡ് ഇയർ 2 പിള്ളേരുമാണ്. പിന്നെ ബാക്കി ഇപ്പം നമ്മുടെ ഓൾറെഡി നമ്മളെല്ലാവരെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് കിട്ടാത്തതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും എക്സാക്റ്റ് കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ പേര് നാസർ എന്നാണ്. ശങ്കർ. അതെ. ഓക്കെ. അപ്പോൾ PG വിദ്യാർത്ഥികളായ 2 മലയാളികളാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, ആശുപത്രിയിലെ സാഹചര്യം എന്താണ് എന്ന് പറഞ്ഞത്. അവർ പറഞ്ഞതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു വിവരം, ഇവിടെ കുട്ടികളുടെ ഹോസ്റ്റൽ മാത്രമല്ല, അതോടൊപ്പം തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ ഡോക്ടർമാരുടെ കുടുംബത്തോടെ അവർ താമസിക്കുന്ന ഇടം കൂടിയാണ്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്കടക്കം പൊള്ളലേറ്റിട്ടുണ്ട്, പീഡിയാട്രിക് വിഭാഗത്തിലേക്ക് അവരെ മാറ്റേണ്ടി വന്നത് എന്നതൊക്കെയാണ് അവർ പറയുന്നത്. മാത്രമല്ല മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, പല മൃതദേഹങ്ങളും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട്
DNA പരിശോധന അടക്കം നടത്തേണ്ടി വരും. ഫോറൻസിക് വിഭാഗത്തിന് അതുകൊണ്ട് കുറച്ചധികം പണി ഈ സമയങ്ങളിലുണ്ട് എന്നതാണ് അവർ പറയുകയും ചെയ്യുന്നത്. അവർ PG വിദ്യാർത്ഥികളാണ്. PGയിലെ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ ഇവിടെ അല്ല താമസിക്കുന്നത്. UG വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ താമസിച്ചിരുന്നത്. മാത്രമല്ല ഒരു മെസ്സ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ആ സമയത്ത് PG വിദ്യാർത്ഥികളും മറ്റും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉച്ച സമയത്ത് കൂടുതൽ ആളുകൾ വിദ്യാർത്ഥികൾ ഉള്ള ഒരു സമയത്താണ് ഈ മേഖലയിൽ ഈ ഹോസ്റ്റലുകൾ നിൽക്കുന്ന ഇടത്തേക്ക് വിമാനം തകർത്ത് വീണത്. അതുകൊണ്ടാവും മരണസംഖ്യ ഈ തരത്തിൽ ഉയർന്നത്. നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതിലും കണക്കുകൂട്ടിയതിലും അതിന് മുകളിലേക്ക് പോകുന്നു എന്നതാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് അടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്.